കാഫിർ സ്ക്രീൻഷോട്ട് പുനരന്വേഷണത്തിൽ ഇരുട്ടിൽ തപ്പി SIT. കേസിൽ SITയുടെ ആദ്യ യോഗം വടകരയിൽ ചേർന്നതിന് പിന്നാലെ സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം കണ്ടെത്തുന്നത് അതീവ ദുഷ്കരമെന്നായിരുന്നു റൂറൽ SP ടി ഫറാഷ് വ്യക്തമാക്കിയത്. അതേസമയം SIT അംഗങ്ങളിൽ ഇടത് സഹയാത്രികരാണ് കൂടുതലെന്നും ഇവരെ മാറ്റണമെന്നും UDF ആവശ്യപ്പെട്ടു. 2 വർഷമായിട്ടും പ്രതികളിലേക്ക് എത്താൻ കഴിയാതെ പോയ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ SITയും തെളിവില്ലാതെ ഇരുട്ടിൽ തപ്പുകയെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. SIT രൂപീകരണത്തിന് പിന്നാലെ വടകര റൂറൽ SP ഓഫീസിൽ ഇന്ന് രാവിലെയാണ് ആദ്യ യോഗം ചേർന്നത്. കേസിൽ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തുന്നത് അതീവ ദുഷ്കരമെന്നായിരുന്നു യോഗത്തിനു ശേഷം റൂറൽ SP പ്രതികരിച്ചത്. കേസിൽ ആദ്യ പ്രതിയായ MSF പ്രവർത്തകൻ CK കാസിമിന്റെയും DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരെയും വീണ്ടും ചോദ്യം ചെയ്യാനാണ് SIT ഒരുങ്ങുന്നത്. ഇതിനിടെ പ്രതികളെന്ന് ആരോപിക്കപ്പെട്ടവരുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയമായി പരിശോധിച്ചതിന്റെ പൂർണ്ണമായ ഫലം ലഭിച്ചിട്ടില്ല എന്നതും SITയെ കുഴക്കുന്നുണ്ട്. അതേസമയം SIT അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഇടതു സഹയാത്രികരാണ് തുടരുന്നതെന്നും അന്വേഷണം CPMലേക്ക് എത്തുന്നത് ഒഴിവാക്കാൻ ഇവർ ശ്രമിക്കുമെന്നും UDF പരാതി ഉയർത്തുന്നുണ്ട്. അന്വേഷണ സംഘത്തിലുള്ള വടകര CI ദിനേശ് AV, സുധീഷ് വള്ളയാട്ട് അടക്കമുള്ളവർ ഇടത് സഹയാത്രികരാണെന്നും കോഴിക്കോട് റൂറൽ SP CPM സഹയാത്രികരെ കുത്തിനിറച്ചെന്ന് കോൺഗ്രസ് നേതാവ് VP ദുൽകിഫിലും വിമർശിച്ചിരുന്നു. ഇതിനിടെ SITയിലെ റൂറൽ SP ഉൾപ്പെടെയുള്ളവരെ സ്ഥലം മാറ്റാൻ നീക്കം നടക്കുന്നതായും സൂചനയുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.